നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വ്യാജ ആയുർവേദ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിന്റെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പട്ടാമ്പി ഏരിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുഹമ്മദ് മുഹസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാട്ടുവൈദ്യ അറിവുകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വ്യാജ ആയുർവേദ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വർഷത്തെ കേരള സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പട്ടാമ്പി ഏരിയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളെയും കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെയും മറികടന്ന് വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ബജറ്റ് നിർദ്ദേശം ഉപകരിക്കപ്പെടുന്നത്. കേരളത്തിലെ പരമ്പരാഗത നാട്ടുവൈദ്യമായ ആയുർവേദമല്ലാതെ മറ്റൊരു ചികിത്സാ സമ്പ്രദായം ഇവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുരോഗമന സർക്കാരിന് ചേർന്നതല്ലെന്നും ഇത് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. മുഹമ്മദ് മുഹസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബജറ്റിലെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ നിവേദനം നൽകിയ സമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ ധനകാര്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് AMAI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ PK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ P ജയറാം, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P രചന, ഡോക്ടർ KP മുഹമ്മദ് സലീം, ഡോക്ടർ ഷെറിൻ KP, ഡോക്ടർ BK കോമളം, ഡോക്ടർ PV രാമചന്ദ്രൻ, ഡോക്ടർ ശ്രീജിത്ത് മുക്കടക്കാട്, ഡോക്ടർ ജ്യോതിക MR തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഡോക്ടർ ഷെറി KPയെ പ്രസിഡന്റായും ഡോക്ടർ ജ്യോതിക MRനെ സെക്രട്ടറിയായും ഡോക്ടർ പവിത്രൻ KBയെ ട്രഷററായും ഡോക്ടർ മുർഷിദ മുഹമ്മദ് അലിയെ വനിതാ കമ്മിറ്റി ചെയർപേഴ്സണായും ഡോക്ടർ വിസ്മയ Pയെ വനിതാ കമ്മിറ്റി കൺവീനറുമായ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. തുടർന്ന് ഇഫ്താർ വിരുന്നും നടന്നു. തൃത്താല നിയോജക മണ്ഡലത്തിലെ കൂറ്റനാട് പെരിങ്ങോട് റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കൂറ്റനാട് പെരിങ്ങോട് റോഡ് ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രദേശത്ത് തുടരുന്ന അതിരൂക്ഷമായ പൊടിശല്യവും അശാസ്ത്രീയമായ ഗതാഗത നിരോധനവും ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാഗലശ്ശേരി പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഏകദേശം 3 വർഷത്തോളമായി റോഡിന്റെ ഇരുവശത്ത് താമസിക്കുന്ന ജനങ്ങളും കച്ചവടക്കാരും ഇതുവഴി യാത്ര ചെയ്യുന്നവരും പൊടിയും റോഡിന്റെ ദുരവസ്ഥയും കാരണം ഏറെ ബുദ്ധിമുട്ടിലാണ്. വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ഓർത്ത് റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്നും നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ റോഡിലെ പൊടിശല്യം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്നും മെറ്റൽ പൊന്തിക്കിടക്കുന്നത് ഒഴിവാക്കി യാത്ര സുഗമമാക്കണമെന്നും സമരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ഇത് സംബന്ധിച്ച പരാതികൾ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികാരികൾക്ക് സമർപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ മേഴത്തൂർ, PV സുധീർ, P രാധാകൃഷ്ണൻ, KV കരീം, രവി മാരാത്ത്, T ധർമ്മരാജൻ, സുധീർ പെരിങ്ങോട്, ത്യാഗരാജൻ, രാജ്കുമാർ, PV സന്തോഷ്, സലീം ചുങ്കത്ത്, അസീസ് ആമക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ ഒപ്പം തന്നെ ആ മെറ്റലുകൾ ഒഴിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഷോപ്പുകളിലിരിക്കാനോ വീട്ടുകളിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് ആവശ്യത്തിന് പോയാലും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മാസ്റ്റർമാർക്ക് അങ്ങനെയുള്ള പൊടി ശ്വസിക്കുന്നത് 1.5 കൊല്ലമായി ആ മെറ്റലിട്ട് പോയി GSB വർക്ക് നടത്തി അത് മുഴുവൻ പൊന്തി നടക്കുക. ഞങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് കഴിയും. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. കൊടിയേറ്റത്തിന് ശേഷം മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ഭദ്രദീപം തെളിയിച്ചായിരുന്നു ഉദ്ഘാടനം. ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ സന്നിഹിതരായി. തൃത്താല ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് തൃത്താല GM LP സ്കൂളിൽ നിർമ്മിച്ച മിനി പാർക്ക് കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ പ്രൈമറി വിദ്യാലയങ്ങൾക്കുള്ള കളി ഉപകരണങ്ങളുടെ വിതരണവും പുതിയ ഫർണിച്ചറുകളുടെ സമർപ്പണവും നടന്നു. വാർഡ് മെമ്പർ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. തൃത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രസാദ് മാസ്റ്റർ, BPC ദേവരാജൻ, ചെയർമാൻ മുഹമ്മദ് അലി, പെൻഷനേഴ്സ് യൂണിയൻ മെമ്പർ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീകല ടീച്ചർ സ്വാഗതവും ഷെരീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച് നടത്തി. KPCC അംഗം റിജിൽ മാങ്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, സമൂഹത്തെ നേരായ പാതകൾ നയിക്കാൻ, കൊള്ളയും കൊലയുമായി അടങ്ങാറുന്ന ലഹരി മാഫിയക്കെതിരെ പോരാടാൻ അക്ഷരാത്രിക സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാവുന്ന ഭരണകൂടത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. CV ബാലചന്ദ്രൻ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സമാപന സമ്മേളനവും നടന്നു. റിജിൽ മാക്കൂറ്റി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. ജയശങ്കർ കൊട്ടാരത്തിൽ, OJ ജനീഷ്, റിയാസ് മുക്കോളി, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, PT അജ്മൽ, ഷാഫി കാരക്കാട്, KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാംദാസ്, M രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ ലഹരി മാഫിയ സംഘങ്ങളെയെല്ലാം അതിൽ പ്രവർത്തിക്കുന്നവരെയെല്ലാം പല ഘട്ടങ്ങളിലായി സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. MLA-യുടെ മകനെ കഞ്ചാവുമായി പിടിക്കുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികൾ എന്തേ അവർക്കൊരു സിഗരറ്റ് വലിച്ചാൽ എന്ന് പറയുന്ന മന്ത്രിപുങ്കവന്മാർ ഈ നാട് ഭരിക്കുമ്പോ എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർ പോലും ഈ നാട്ടിനകത്തെ ചെറുപ്പക്കാർ വഴിതെറ്റി മുന്നോട്ട് പോകുമ്പോ അത് ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രിപുങ്കവനല്ല, ഒരു മന്ത്രിസഭയിൽപ്പെട്ട അരംഗമല്ല ഈ നാടിന് ആവശ്യമെന്നുള്ളത് ഈ നാട് തിരിച്ചറിയേണ്ടതാണ് എന്ന് പറയും. നെൽകൃഷിയിൽ പുതുമകൾ കണ്ടെത്തുകയാണ് ഷബീർ എന്ന യുവ കർഷകൻ. മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്ന നസർബാത്ത് എന്ന നെൽവിത്താണ് ഇത്തവണ ഷബീർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. യൂട്യൂബിൽ നിന്നുമാണ് ഈ നെല്ലിനത്തെക്കുറിച്ച് അറിഞ്ഞത്. കൊല്ലംകോടുള്ള സുഹൃത്ത് അനീഷ് വഴിയാണ് ആദ്യഘട്ടത്തിൽ 25 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള വിത്ത് സംഘടിപ്പിച്ചത്. മിതമീർപ്പമുള്ള സ്ഥലങ്ങളിലാണ് 110 മുതൽ 120 ദിവസം വരെ മൂപ്പുള്ള നസർബാത്ത് വിത്ത് കൃഷി ചെയ്യേണ്ടത്. വിത്ത് കിലോയ്ക്ക് 300 രൂപ വിലയുണ്ട്. കൃഷി ഓഫീസർ സുരേന്ദ്രന്റെ പിന്തുണയും നിർദ്ദേശങ്ങളും ഷബീറിന്റെ പരീക്ഷണ കൃഷിക്ക് സഹായകമായിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് അനീഷ്, അതിലേക്കുള്ള തന്നെ അവന് മുഖാന്തരം കൊല്ലംകോടുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിത്ത് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു താല്പര്യം. അപ്പോൾ സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വ്യാപിക്കാനാണ് അടുത്ത വർഷം മുതൽ ഉദ്ദേശിക്കുന്നത്. ആന്റി ഓക്സൈഡുകളാൽ സമ്പുഷ്ടമായ നസർബാത്തിന്റെ അരി ഹൃദയത്തിന്റെയും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനും രക്തചംക്രമണത്തിനും ഗുണപ്രദമാണ്. പ്രമേഹബാധിതർക്കും ഉപയോഗിക്കാവുന്ന ഔഷധഗുണമുള്ള അരിയായതിനാൽ മികച്ച വില ഇതിനുണ്ട്. നെൽകൃഷിയിൽ വലിയ താൽപര്യമുള്ള ഷബീർ 8 ഏക്കർ സ്ഥലത്ത് ഉമാവിത്തും കൃഷി ചെയ്യുന്നുണ്ട്. അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് നസർബാത്ത് വിത്ത് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എടപ്പാൾ ഐലക്കാട് പറയം വളപ്പിൽ ബഷീർ എന്ന യുവ കർഷകൻ. നമ്മുടെ ഷബീർ എന്ന യുവ കർഷകനാണ് ഇത്. അദ്ദേഹം യൂട്യൂബിൽ നിന്നാണ് ഇങ്ങനൊരു വിത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് വിത്ത് തന്നെ കിലോയ്ക്ക് 300 രൂപ ഉണ്ട്. നെല്ലിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇവിടെ സാധാരണ മില്ലിൽ തന്നെ ഇത് കുത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ മൂല്യമുള്ള നെൽവിത്താണ് എന്നാണ്. പട്ടാമ്പിയിൽ വിമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു.
വനിതാ ദിന വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന തലക്കെട്ടിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരലിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും വനിതാ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബിസ്ല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ ഉദ്ഘാടനം ചെയ്തു. കഴിവുള്ള സ്ത്രീകളുള്ള കേരളത്തിൽ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രി വനിതയായിട്ടില്ല. അതുപോലെ ഇന്ന് നിയമസഭയിലുള്ള പ്രാതിനിധ്യമാണ് ഞാൻ പറഞ്ഞത്. 8% താഴെ സ്ത്രീകൾ മാത്രമേ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു സ്ത്രീയുടെ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ത്രീ വിഭാഗത്തിന്റെ മാത്രം എംപവർമെന്റ് അല്ല. സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, അവർ സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായും ഒക്കെ എംപവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈ സമൂഹത്തിന്റെ മൊത്തം എംപവർമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ഇവിടെ ഇടപഴകാനും അവർക്ക് ഇവിടുത്തെ പൊതു ഇടങ്ങൾ അവരുടേതു കൂടിയായി സുരക്ഷിതമായി അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപഴകാനും, സ്ത്രീ എന്ന രീതിയിൽ സ്ത്രൈണമായ അവളുടെ ജൈവികമായ എല്ലാ സവിശേഷതകളെയും ജനപ്രതിനിധികൾ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള 2025 വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സംസ്ഥാനതല പുരസ്കാരം നേടിയ ജയശ്രീ K. നരേന്ദ്രനെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷക്കീല അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കൺവീനർ ഷഹർബാൻ, പഞ്ചായത്ത് കൺവീനർ ഐഷാബി, വിമൻ ജസ്റ്റിസ് ഭാരവാഹികളായ റംല അമീർ, ഹഫ്സാബി, നുസ്രത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.